ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 6-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന് 5 ഭാഗങ്ങളാണുള്ളത്. അവ ഓരോന്നും എപ്പോഴാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1-ാം ഭാഗം മോക്ക് പോളിന് ശേഷവും, 2-ാം ഭാഗം കൺട്രോൾ യൂണിറ്റിലെ പവർ പാക്ക് മാറ്റുന്ന അവസരത്തിലും, 3-ാം ഭാഗം പോളിംഗ് കഴിഞ്ഞ് കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുന്ന അവസരത്തിലും, 4-ാം ഭാഗം EVMO VVPATO മോക്ക് പോൾ സമയത്ത് റീപ്ലേസ് ചെയ്യുന്ന അവസരത്തിലും, 5-ാം ഭാഗം EVMO VVPATO യഥാർത്ഥ പോളിംഗ് സമയത്ത് റീപ്ലേസ് ചെയ്യുന്ന അവസരത്തിലുമാണ് തയ്യാറാക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് മോക്ക് പോൾ കഴിഞ്ഞാൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിലെ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ആദ്യ ഭാഗത്ത് ഇലക്ഷന്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. ഏത് മണ്ഡലത്തിലെ ആണ്, ഏത് ബൂത്തിലാണ് ഈ മോക്ക് പോൾ നടത്തിയത് എന്നും ഉള്ള വിവരങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത് മോക്ക് പോളിലെ വോട്ടിങ്ങിന്റെ വിവരങ്ങളാണ്. ആദ്യ കോളത്തിൽ ക്രമനമ്പറും, 2-ാമത്തെ കോളത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും, 3-ാമത്തെ കോളത്തിൽ എത്ര വോട്ടുകളാണ് ഓരോ സ്ഥാനാർത്ഥിക്കും രേഖപ്പെടുത്തിയതെന്നും, 4-ാമത്തേതിൽ കൺട്രോൾ യൂണിറ്റ് പ്രകാരം എത്ര വോട്ടുകളാണ് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ചതെന്നും, 5-ാമത്തെ കോളത്തിൽ VVPAT സ്ലിപ്പുകൾ എണ്ണിയപ്പോൾ എത്ര വോട്ടുകളാണ് ലഭിച്ചതെന്നും. ഈ 3, 4, 5 കോളത്തിലെ കണക്കുകൾ ഒന്നാകണം എന്ന് വരുന്നു. ഇവ ഒന്നാണെങ്കിൽ 6-ാമത്തെ കോളത്തിൽ യെസ് എന്ന് രേഖപ്പെടുത്തണം. 7-ാമത്തെ കോളത്തിൽ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റിന്റെ ഒപ്പാണ് രേഖപ്പെടുത്തേണ്ടത്. പാർട്ടിയുടെ പേരും ചുരുക്കത്തിൽ എഴുതേണ്ടതുണ്ട്. ഈ ഭാഗത്ത് മോക്ക് പോൾ സമയത്ത് ചെയ്ത വോട്ടുകളുടെ കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിലെ അടുത്ത ചില ചോദ്യങ്ങൾ മോക്ക് പോൾ കഴിഞ്ഞുള്ള പ്രൊസീജിയറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മോക്ക് പോളിന് ശേഷം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്തു എന്നുള്ളത് ആദ്യ ചോദ്യം. അതിന് യെസ് എന്ന് എഴുതിയതിനു ശേഷം അതിന് താഴെ കാണിച്ചിരിക്കുന്ന ഭാഗത്തിൽ ക്ലിയർ ബട്ടൺ ഓൺ ദി കൺട്രോൾ യൂണിറ്റ് ഹാസ് ബീൻ പ്രസ്ഡ് ടു ക്ലിയർ മോക്ക് പോൾ ഡാറ്റ എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ സ്വന്തം കൈയക്ഷരത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നീടുള്ള ചോദ്യങ്ങൾ മോക്ക് പോൾ കഴിഞ്ഞ് VVPATിൽ നിന്ന് പേപ്പർ സ്ലിപ്പുകൾ മാറ്റിയിട്ടുണ്ടോ, VVPATിലെ ഡ്രോ ബോക്സ് പോളിംഗ് ഏജന്റുമാർക്ക് കാണിച്ചു കൊടുത്തു എന്നും, ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടുകളുടെ എണ്ണം 0 എന്ന് കൺട്രോൾ യൂണിറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും, മോക്ക് പോൾ സ്ലിപ്പുകളെല്ലാം തന്നെ മോക്ക് പോൾ സ്ലിപ്പ് എന്ന് പിൻഭാഗത്ത് സീൽ ചെയ്ത് കറുത്ത എൻവലപ്പിൽ ഇട്ട് അത് പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ കാര്യങ്ങളൊക്കെ തന്നെ മറുപടി രേഖപ്പെടുത്തേണം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗമായ മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ അടുത്ത ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും രേഖപ്പെടുത്തി വാങ്ങേണ്ടതാണ്. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തി വെക്കേണ്ടതും ആണ്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ അടുത്ത ഭാഗത്ത് കൺട്രോൾ യൂണിറ്റ് ഷോസ് ടോട്ടൽ വോട്ട് 0 എന്നുള്ളതിന് ഒരു ടിക്ക് മാർക്ക് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തണം. അതിനു താഴെയായി പോളിംഗ് ബൂത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഒപ്പുവെക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ 2-ാം ഭാഗം കൺട്രോൾ യൂണിറ്റിലെ പവർ പാക്ക് മാറ്റുന്ന അവസരത്തിൽ പൂരിപ്പിച്ച് വെക്കേണ്ടതാണ്.
ആദ്യ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങളും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ച വിവരങ്ങളുമാണ് ഉള്ളത്. ഈ ഭാഗത്ത് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പറും തുടർന്ന് മാറ്റുവാനുള്ള കാരണവും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാരുടെ പേരും പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും രേഖപ്പെടുത്തി പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങേണ്ടതാണ്. തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അതിൽ ഒപ്പുവെക്കേണ്ടതും സെക്ടറൽ ഓഫീസറുടെ ഒപ്പ് രേഖപ്പെടുത്തി വാങ്ങേണ്ടതുമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ മൂന്നാം ഭാഗം ആരംഭിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ക്ലോസ് ബട്ടൺ തിരഞ്ഞെടുപ്പിന് ശേഷം കൺട്രോൾ യൂണിറ്റിൽ പ്രസ് ചെയ്തു എന്ന് ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ട് ഭാഗം 3 വരുന്നത്. ഇത് ചെയ്തതിനു ശേഷം 3 പോളിംഗ് ഓഫീസർമാരും ഇതിൽ ഒപ്പുവെക്കണം. അതിനുശേഷം ഏജന്റുമാരും ഒപ്പുവെച്ചതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഇതിൽ ഒപ്പു. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ 4ാം ഭാഗം EVMO വിവിപാറ്റോ മോക്ക് പോൾ സമയത്ത് മാറ്റുമ്പോൾ തയ്യാറാക്കേണ്ടതാണ്. ഇതിന്റെ ആദ്യ ഭാഗത്ത് നേരത്തെ എല്ലാ ഭാഗത്തും സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പേരും മണ്ഡലത്തിന്റെ പേരും പോളിംഗ് സ്റ്റേഷൻ നമ്പറുമാണ് രേഖ. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ 4ാം ഭാഗത്തിൽ ഈ ഭാഗത്ത് കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും വിവിപാറ്റിന്റെയും നമ്പറുകൾ രേഖപ്പെടുത്തണം. അതിൽ ഏതാണ് തകരാറിലായത് എന്ന് രേഖപ്പെടുത്തി എന്താണ് അതിന്റെ കുഴപ്പമെന്നും രേഖപ്പെടുത്തിയതിനു ശേഷം പുതിയതായി ലഭിച്ച വിവിപാറ്റ് ആണെങ്കിൽ വിവിപാറ്റ്, കൺട്രോൾ യൂണിറ്റോ ഏതാണെങ്കിൽ അതിന്റെ നമ്പറുകൾ രേഖപ്പെടുത്തേണ്ടതും ഉണ്ട്. ഈ പാർട്ട് 4ന്റെ അവസാന ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് വെക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ 5ാം ഭാഗം പോളിംഗ് നടക്കുന്ന സമയത്ത് EVMO വിവിപാറ്റോ മാറ്റിവെക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. ആദ്യ ഭാഗത്ത് മറ്റെല്ലാ ഭാഗത്തിലും എന്നതുപോലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങളും പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങളുമാണ് നൽകേണ്ടത്. ഭാഗം 5ന്റെ അടുത്ത ഭാഗത്ത് തകരാറിലായ വിവിപാറ്റോ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ ഏതാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ഇവിടെ റീപ്ലേസ് ഒന്നും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് നോട്ട് റീപ്ലേസ് എന്നുള്ള ഒരു മറുപടിയാണ് ഈ സ്ക്രീനിലുള്ള ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുകയും അതിനു താഴെയായി സെക്ടർ ഓഫീസർ ഒപ്പ് വെക്കുകയും ചെയ്യേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ റിപ്പോർട്ടിന്റെ 5 ഭാഗങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നമ്മൾ നോക്കി. ഇനി അത് ഏതു കവറിൽ എപ്പോഴാണ് തിരികെ ഏൽപ്പിക്കേണ്ടതെന്ന്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 1/3 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വെള്ള കവറിലാണ് സീൽ ചെയ്ത് വെക്കേണ്ടത്. ഇങ്ങനെ സീൽ ചെയ്ത ഈ ചെറിയ കവർ EVM പേപ്പേഴ്സ് എന്ന വലിയ കവറിൽ വലിയ കവറിൽ നിക്ഷേപിക്കേണ്ടതാണ്. 1/1 എന്നാണ് ആ വലിയ കവറിലെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് 5 ഭാഗങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കേണ്ടതെന്നും നമ്മൾ നോക്കി. ഒരൊറ്റ കാര്യത്തിന്റെ 6ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.
ഈ അധ്യായം ക്രോഡീകരിക്കുകയും ഡിസൈൻ ചെയ്തത് മധു പി, സംസ്ഥാനതല ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ 94 470 42 602, 94 470 42 602. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.